എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ലിസണിങ് മൊഡ്യൂളിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമുക്കറിയാം OET എക്സാമിൽ ഏറ്റവും ആദ്യം കണ്ടക്ട് ചെയ്യുന്ന മൊഡ്യൂളും ലിസണിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു LRW സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ലിസണിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ആ ഒരു കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ അസസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലിസണിങ്ങിന് ഇൻ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ OET ലിസണിങ്ങിന് 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പാർട്ട് A എന്ന് പറയും, സെക്കൻഡ് പാർട്ടിനെ പാർട്ട് B എന്ന് പറയും, തേർഡ് പാർട്ടിനെ പാർട്ട് C എന്ന് പറയും. സോ 3 പാർട്ടുകളാണ് A, B ആൻഡ് C. ഫസ്റ്റ് പാർട്ട് A പാർട്ടാണ്. A പാർട്ട് നമുക്ക് ആക്ച്വലി 24 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ദെൻ B പാർട്ട് ആണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇനി C പാർട്ട് ആണെങ്കിൽ ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ലിസണിങ് മൊഡ്യൂളിന്. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു 42 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള, ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആയിരിക്കും അവർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതിൻ്റെ ആൻസർ എഴുതി പോകുന്നത്. ആരും ടെൻഷനൊന്നും ആവണ്ട. അപ്പം എഴുതാനുള്ള ഇനഫ് ടൈമും കാര്യങ്ങളൊക്കെ തന്നിട്ട് തന്നെയാണ് അവർ ആ ഓഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത്. ഒരു ഓഡിയോ നമുക്ക് ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ലെങ്തി ആയിരിക്കും. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എക്സാമിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ലിസണിങ്ങിൻ്റെ ഓവറോൾ ഐഡിയ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ പാർട്സിലോട്ട് പോവാം. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. പാർട്ട് എയിൽ 24 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 24 ക്വസ്റ്റ്യൻസിനെ പിന്നെയും ടെക്സ്റ്റ് A, ടെക്സ്റ്റ് B എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 12 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും. ഒരു ടെക്സ്റ്റ് എയിൽ 12 ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് Bയിൽ 12 ക്വസ്റ്റ്യൻസും. അങ്ങനെ A പാർട്ടിൽ ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി A പാർട്ടിൽ അവർ അസസ് ചെയ്യുന്നത് നമുക്ക് യൂഷ്വലി തരുക എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് ഡോക്ടർ അല്ലെങ്കിൽ പേഷ്യൻ്റ് നേഴ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൺസൾട്ടേഷൻ, ആ ഒരു കൺസൾട്ടേഷൻ്റെ ഒരു പോർഷൻ ആയിരിക്കും ലിസണിങ്ങിൻ്റെ പാർട്ട് എയിൽ നിങ്ങൾക്ക് തരിക. അങ്ങനെ 2 എക്സ്ട്രാക്റ്റുകളുണ്ടാവും, 2 ഓഡിയോ എക്സ്ട്രാക്റ്റുകളുണ്ടാവും. 2 കൺസൾട്ടേഷൻ, 2 പേഷ്യൻ്റ് ആയിരിക്കും, 2 ഡോക്ടർ ആയിരിക്കും. അപ്പോൾ 2 കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തരും. ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ്റെ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 12 ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ പോവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് അവർ പ്ലേ ചെയ്യും. ദ സെയിം ബാക്കിയുള്ള 12 ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം അത് അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇനി പാർട്ട് B യെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് Bയിൽ സിംപ്ലി 6 ക്വസ്റ്റ്യൻസ് ആണുള്ളൂ. ഈ ഓരോ പാർട്ടിലും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ആണ് അസസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ലിസണിങ്ങിൻ്റെ ആ ഒരു അവർ ഓരോ പാർട്ടിയിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സ്കിൽസ് ആണ് അവർ അസസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. സോ ഇതുപോലെ പാർട്ട് Bയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു പെർട്ടിക്കുലർലി നമ്മുടെ ആ ഒരു വാക്കിംഗ്, ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോസ് ആയിരിക്കും തരിക. കുട്ടി ഓഡിയോസ് ആയിരിക്കും. അപ്പോൾ 6 കുട്ടി ഓഡിയോസ് അവർ പ്ലേ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഓഡിയോ പ്ലേ ചെയ്യും. ഫസ്റ്റ് ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ദെൻ സെക്കൻഡ് ഓഡിയോ പ്ലേ ചെയ്യും, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. തേർഡ് ഓഡിയോ പ്ലേ ചെയ്യും, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഫോർത്ത് ഓഡിയോ, അങ്ങനെ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 6 കുട്ടി ആയിട്ടുള്ള ഓഡിയോസ് ആയിരിക്കും അവർ പ്ലേ ചെയ്യുക. നിങ്ങൾ ആ ഒരു ഓഡിയോ കേട്ടിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യണം. ദെൻ C പാർട്ടിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ C പാർട്ടിൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 12 ക്വസ്റ്റ്യൻസിൽ തന്നെ 2 ഓഡിയോസ് ഉണ്ടാവും. ഒരെണ്ണം മേ ബി ഒരു ഇൻ്റർവ്യൂവും, ഒരെണ്ണം ഒരു സെമിനാർ, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഒരു ടോക്ക് ആയിരിക്കും അവർ തരുന്നത്.
അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും. അതും നമുക്ക് എക്സ്ട്രാക്ട് 1, എക്സ്ട്രാക്ട് 2, അതായത് ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി എന്ന് പറഞ്ഞിട്ടാണ് വരും. അപ്പോൾ അതിലാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ ഒരു ഓഡിയോയുടെ 6 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഓഡിയോ വരും, അതിൻ്റെ 6 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഐ മീൻ ഓപ്ഷൻസ് ആണ്, ബി ആൻഡ് സി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിന് നേരെ നിങ്ങൾക്ക് ബബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ലിസണിങ്ങിൻ്റെ എല്ലാ പാർട്സിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. എ പാർട്ടിൽ മാത്രം, അതായത് ലിസണിങ്ങിൻ്റെ എ പാർട്ടിൽ മാത്രം നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും പോവുക. നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് അതിൽ മിസ്സിങ് പോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് നിങ്ങൾക്കൊരു വായിക്കാനൊരു ടൈമൊക്കെ തരും. അപ്പോൾ ടൈമിനുള്ളിൽ നിങ്ങളത് നോക്കിയിട്ട് ഓഡിയോ ഒരു പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ മാച്ച് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ എടുത്ത് എഴുതണം. അതാണ് എ പാർട്ടിൽ കോമൺലി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ദെൻ ബി പാർട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 6 ക്വസ്റ്റ്യൻസിനും 3 ഓപ്ഷൻസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ 3 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇന്റർനാഷണൽ എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും ഈ ഓപ്ഷൻസ് ആക്ച്വലി ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതിന് ഏറ്റവും ലൈക്ക് ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ എക്സ്ട്രാ ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ the next is about C part. C പാർട്ടും ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഏകദേശം ഉണ്ടാവുക. ഈ 12 ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ആയിരിക്കും. 3 ഓപ്ഷൻസ് വീതം ഉണ്ടാവും. ഈ 3 ഓപ്ഷൻസിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യണം. സോ ഇതാണ് ലിസണിങ്ങിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതിലൊരു 42-ൽ നമ്മളെപ്പോഴും ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു 30 എബോവ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു സേഫ് സോൺ എന്ന് പറയാം. ഒരു 33 എബോവ് അല്ലെങ്കിൽ ഒരു 35 എബോവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ സേഫ് സോൺ ആണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് തന്നെ അതാണ് 42 ഔട്ട് ഓഫ് 42-ൽ ഒരു 30 to 35 ശരിയാവാൻ, അത്രയും ആൻസേഴ്സ് ശരിയാവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ ഇത്രയാണ് ലിസണിങ്ങിനെ കുറിച്ചുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓരോ പാർട്ടിയിൽ നിന്നും ഏതൊക്കെ സ്കില്ലുകളാണ് അവർ അസസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കോറിംഗ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.